ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് വിവാദത്തിൽ സെൻസർ ബോർഡിനെതിരെ സംഘപരിവാർ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയായ തപസ്യ രംഗത്ത്. സെൻസർ ബോർഡിന്റെ തടസ്സവാദം ബാലിശമാണെന്നും സിനിമയ്ക്ക് പിന്തുണയെന്നും തപസ്യ. അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനത്തെ മറികടന്ന് ചെയർമാൻ സിനിമയെ വിലക്കിയെന്നും തപസ്യ ആരോപിച്ചിട്ടുണ്ട്. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, ഈ സിനിമയ്ക്കെതിരെ സെൻസർ ബോർഡ് നിലപാടെടുക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കുകയാണ് ഇപ്പോൾ തപസ്യ അടക്കമുള്ള സാംസ്കാരിക സംഘടനകൾ. നേരത്തെ തന്നെ പ്രത്യേകിച്ച് അതിൽ അഭിനയിച്ചിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഈ ഒരു വിവാദം അനാവശ്യമായിരുന്നു എന്നാണോ തപസ്യ അടക്കമുള്ള സംഘപരിവാർ അനുകൂല സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നിലപാട്? ഡോക്ടർ, തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അവർ ഇപ്പോൾ സെൻസർ ബോർഡിന് തന്നെ കത്തെഴുതി, സെൻസർ ബോർഡിന്റെ ചെയർമാന് കത്തെഴുതി അറിയിച്ചു എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ തീരുമാനം പിൻവലിക്കണം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സിനിമയുടെ അത് വിലക്കാനുള്ള തീരുമാനം പിൻവലിക്കണം. ഒരു സിനിമയ്ക്ക് പേരിടാനും ആ സിനിമയുടെ കഥാപാത്രങ്ങൾക്ക് പേരിടാനുമുള്ള അവകാശം അതിന്റെ സൃഷ്ടാവിനാണ്. അതിൽ ഏതെങ്കിലും പുരാണ കഥാപാത്രങ്ങളുടെ പേരുണ്ട് എന്നുള്ളത് അത് വിലക്കാനുള്ള മതിയായ കാരണമല്ല. കാരണം ഇവിടെ ഭൂരിപക്ഷം ആളുകളുടെയും പേര് ഏതെങ്കിലുമൊക്കെ ഹിന്ദു പുരാണ കഥാപാത്രങ്ങളുടെ പേരാണ്. അത് സിനിമയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിലപാട് ബാലിശമായ നിലപാടാണ്. അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശ മറികടന്നുകൊണ്ടാണ് ചെയർമാൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. ചെയർമാന്റെ തീരുമാനം ഏകപക്ഷീയമാണ്. ആ തീരുമാനം പിൻവലിക്കണം എന്നാണ് തപസ്യ, RSSന്റെ സാംസ്കാരിക സാഹിത്യ കൂട്ടായ്മയായിട്ടുള്ള തപസ്യയുടെ അധ്യക്ഷൻ തന്നെ നേരിട്ട് കത്തെഴുതിയിട്ടുള്ളത്. ശരിയാണ്, തീർച്ചയായിട്ടും അത് അനാവശ്യമായ ഒരു വിവാദമാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതി ഇന്ന് ഒരു വിധി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചലച്ചിത്ര അണിയറ പ്രവർത്തകരാകെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആശങ്ക ചെറുതല്ലല്ലോ, പ്രേക്ഷകർക്കറിയാം. 7 വർഷത്തേക്ക് ബുദ്ധിമുട്ടായിരുന്നു പ്രവീൺ നാരായണനെ പോലൊരു സംവിധായകനുണ്ടായിരുന്നത്. എന്നിട്ട് ആ ചെറുപ്പക്കാരുടെ സർഗാത്മക ശേഷിയാണ് ഇവർ യഥാർത്ഥത്തിൽ തടഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിലെ 30 കോടി ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളുടെ ഓരോ പേരുമായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇനി പേരിടാൻ പറ്റത്തില്ല എന്നൊരു നിയമം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിപ്പോൾ വിളിക്കേണ്ടി വരും, 983 ഇങ്ങോട്ട് വരൂ, യെസ് 983 ഇങ്ങോട്ട് വരൂ എന്ന് ചിലപ്പോൾ വിളിക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതാണ് രഞ്ജി പണിക്കർ പറഞ്ഞത്. ഞാനിന്ന് നോക്കുമായിരുന്നു, പത്രത്തിലെ ചരമക്കോളം നോക്കിക്കഴിഞ്ഞാൽ മതി. അതിനകത്ത് മരിച്ച ഹിന്ദുക്കളുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 70% പേരും ഏതെങ്കിലും ദൈവങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. ഒന്നുകിൽ അയ്യപ്പൻ, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ, ഇല്ലെങ്കിൽ അർജുനൻ, ഇല്ലെങ്കിൽ വിശ്വനാഥൻ. ഈ പേരുകളൊക്കെ ഏതെങ്കിലുമൊക്കെ ദൈവത്തിനുള്ള പേരുകളാണ്. ആ പേരിൻ്റെയൊക്കെ പുറത്ത് ആ പേര് മാറ്റാനൊക്കെ പോയ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ചെറുബുദ്ധികൾ എന്നേ നമുക്ക് പറയാനുള്ളൂ.